നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിനുള്ള മറുപടി അധികം താമസിയാതെ തന്നെ രാഷ്ട്രീയ കേരളത്തിന് ബോധ്യപ്പെടും. അതെന്തായാലും നിയമത്തെ മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ആവാൻ സാധ്യത ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം. AICC പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരം MP-യുമായ ശശി തരൂരിനെയാണ് BJP നോട്ടമിട്ടിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വസ്തുവിനെ BJP നോട്ടമിട്ടാലും, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പായിരുന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നാലും ഒരു മണ്ഡലം BJP നോട്ടമിട്ടാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ BJP നോട്ടമിട്ടാൽ, അത് വൈകിയാണെങ്കിലും BJP ആ വ്യക്തിയെ BJPയുടെ പാളയത്തിലേക്ക് എത്തിച്ചിരിക്കുക തന്നെ ചെയ്യും. അതാണ് BJPയുടെ ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത്. തരൂരാകട്ടെ കോൺഗ്രസ് എങ്ങനെയെങ്കിലും പുറത്താക്കിയാൽ മതി എന്ന നിലപാടിലുമാണ് ഓരോ ദിവസവും ശശി തരൂർ തള്ളി നീക്കുന്നത്. തുടർച്ചയായി കോൺഗ്രസിനെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രതികരണങ്ങൾ നടത്തുന്ന ശശി തരൂർ ഇപ്പോൾ വീണ്ടും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും അവലോകനം എക്സിൽ റീട്വീറ്റ് ചെയ്തും മനഃപൂർവ്വമാണ് തരൂർ ഒരു കാര്യം ചെയ്തത്. തരൂരും രാഹുലും തമ്മിലുള്ള വ്യത്യാസം കോൺഗ്രസിലെ രണ്ട് പ്രത്യയശാസ്ത്ര പ്രവണതയാണെന്നും ഇതിനെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കാത്തതാണ് പ്രശ്നമെന്നുമാണ് ഈ അവലോകനത്തിൽ പറയുന്നത്. CV താസ് സമീർ എന്നയാളുടെ അവലോകനമാണ് നെഹ്റു കുടുംബത്തെ പ്രകോപിപ്പിക്കുന്നതിനായി ഇങ്ങനെ ഒരു ട്വീറ്റ് തരൂർ ചെയ്തിരിക്കുന്നത്. തരൂരിന്റെ ഈ നടപടി മറ്റ് കോൺഗ്രസ് MP-മാരെയും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. തരൂരിനെ എത്രയും പെട്ടെന്ന് പുറത്താക്കണമെന്ന വികാരമാണ് നേതാക്കൾക്കിടയിലുള്ളത്. എന്നാൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുറത്താക്കിയാൽ അത് BJP മുതലെടുക്കും എന്നതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മതി അച്ചടക്ക നടപടി എന്നാണ് KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ രാഹുൽ ഗാന്ധിയെ അറിയിച്ചിരിക്കുന്നത്. തരൂർ BJP പാളയത്തിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന നിഗമനത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. 90കളിൽ പുതിയ കാഴ്ചപ്പാട് കൊണ്ടുവരണമെന്ന സമീപനമായിരുന്നു കോൺഗ്രസിന് എന്നാണ് തരൂർ റീട്വീറ്റ് ചെയ്ത് CV താസ് സമീറിന്റെ അവലോകനത്തിൽ പറയുന്നത്. രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ വന്നതിനു ശേഷം കോൺഗ്രസിന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്നും അതേസമയം ഇതിൽ നിന്നും വ്യത്യസ്തമായി ബദൽ നയങ്ങൾ ഉള്ള ആളാണ് ശശി തരൂർ എന്നുമാണ് അവലോകനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തിനേയും എതിർക്കുന്ന പാർട്ടി മാത്രമായി കോൺഗ്രസ് ഇപ്പോൾ മാറിക്കഴിഞ്ഞു. നയമില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുമ്പോൾ തരൂരിനെ പോലെയുള്ളവരെ ഒതുക്കുകയാണെന്നും ട്വീറ്റിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ വിലയിരുത്തൽ ശരിവെച്ചുകൊണ്ടാണ് തരൂർ റീട്വീറ്റ് ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളെ പ്രകോപിപ്പിച്ചതും ഇതേ കാര്യം തന്നെയാണ്. മോദി സ്തുതി നിരന്തരം നടത്തുന്ന ശശി തരൂരിനെ റഷ്യൻ പ്രസിഡന്റിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയ വിരുന്നിലും കേന്ദ്ര സർക്കാർ തരൂരിനെ പങ്കെടുപ്പിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ പോലും ക്ഷണിക്കാതെ തരൂരിനെ മാത്രം ക്ഷണിച്ച നടപടിയും ഏറെ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. രാഹുലിനെ വിളിക്കാത്ത വിരുന്നിൽ പങ്കെടുക്കരുതെന്ന പാർട്ടി നേതാക്കളുടെ ആവശ്യവും തരൂർ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഇതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതാകട്ടെ പ്രധാനമന്ത്രിയുമായുള്ള വ്യക്തിപരമായ അടുപ്പമാണ്. ഈ അടുപ്പം തന്നെയാണ് BJP-യുമായി തരൂരിനെ ഇപ്പോൾ കൂടുതൽ അടുപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം കോൺഗ്രസ് ഭരണം BJP പിടിച്ചപ്പോഴും അഭിനന്ദനവുമായി ആദ്യം എത്തിയത് സ്ഥലം MP കൂടിയായ തരൂരാണ്. MP സ്ഥാനം രാജിവെച്ചാലും BJP പിന്തുണയോടെ മത്സരിച്ചാൽ ജയിക്കാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസം ശശി തരൂരിനുണ്ട്. അങ്ങനെ വിജയിച്ചാൽ തരൂരിന് കേന്ദ്ര മന്ത്രിസഭയിൽ ഇരിപ്പിടവും ഉറപ്പാണ്. അത്തരമൊരു സാഹസത്തിന് മുമ്പ് തരൂരിനെ മുൻനിർത്തിയുള്ള മറ്റൊരു പരീക്ഷണത്തിനാണ് BJP ഇപ്പോൾ ഒരുങ്ങുന്നത്. അത് ഉടൻ നടക്കാനിരിക്കുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ്. തരൂരിനെ മുൻനിർത്തി കോൺഗ്രസ് വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കുകയാണ് BJP-യുടെ ലക്ഷ്യം. തരൂർ MP സ്ഥാനം രാജിവെച്ച് വന്നാൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടാനാണ് പദ്ധതി. പുതിയ തലമുറയിൽ ഉൾപ്പെടെ തരൂരിന് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണ് BJP-യുടെ നേതൃത്വം കണക്കുകൂട്ടുന്നത്. ഇനി തരൂർ MP സ്ഥാനം തൽക്കാലം രാജിവെച്ചില്ല എങ്കിലും അദ്ദേഹത്തിന്റെ BJP അനുകൂല നിലപാടുകൾ ഉയർത്തിക്കാട്ടിയായിരിക്കും കോൺഗ്രസ് ശക്തി കേന്ദ്രങ്ങളിൽ BJP പ്രചാരണം നടത്തുക. അതേസമയം തരൂരിനെ പുറത്താക്കിയില്ലെങ്കിൽ BJP-ക്ക് വോട്ട് ചെയ്യാൻ ആഹ്വാനം ചെയ്ത അയാൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട് കളയുമോ എന്ന ഭീതിയും കോൺഗ്രസിനുണ്ട്. ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പരസ്യമായി CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഉണ്ടായി എന്ന് തന്നെയാണ് ഭൂരിപക്ഷ നേതാക്കളും അണികളും വിലയിരുത്തുന്നത്. ശശിയുടെ പോലീസ് ഭരണവും വെള്ളാപ്പള്ളിയോടുള്ള മുഖ്യമന്ത്രിയുടെ അടുപ്പവും ശബരിമല വിഷയവും PM ശ്രീയുമാണ് ഇത്തരമൊരു തിരിച്ചടിക്ക് പ്രധാന കാരണമായി മാറിയത്. മറ്റ് ഇടതുപക്ഷ പാർട്ടികളും ഇതേ കാര്യം തന്നെയാണ് വിലയിരുത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ 80 വയസ്സ് പിന്നിടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സ്വയം മാറി നിന്ന് മറ്റാരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യതയും ഏറെയാണ്. ഇനി വീണാൽ പഴയ പോലെ തിരിച്ചു വരിക എന്നതും പ്രയാസകരമാണ്. അതിന് പ്രധാന കാരണം കേരളത്തിലെ BJP ഭരണം തന്നെയാണ്.
കമ്മ്യൂണിസ്റ്റുകളെ തുടച്ചു നീക്കുക എന്ന ഒരു പ്രത്യയശാസ്ത്രപരമായി തന്നെ പ്രധാന അജണ്ട ഉണ്ടാക്കി RSS നിയന്ത്രിക്കുന്ന ഭരണകൂടമാണ് കേന്ദ്രത്തിലുള്ളത്. ഗുജറാത്ത് ഭരണം BJP പിടിച്ചത് ആദ്യം ഗുജറാത്ത് തലസ്ഥാനമായ അഹമ്മദാബാദിലെ കോർപ്പറേഷൻ പിടിച്ചിട്ടാണ്. അതുപോലത്തെ ഒരു സാധ്യതയാണ് കേരള തലസ്ഥാനത്തെ കോർപ്പറേഷൻ ഭരണം പിടിച്ചതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും വിശേഷിപ്പിച്ചിരിക്കുന്നത്. കേരള ഭരണം 2031 ലക്ഷ്യമിടുന്നതെങ്കിലും BJPയുടെ ഭാഗത്ത് ശശി തരൂരോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരോ ആയിരിക്കും 2026 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നത് ഉറപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് ശതമാനം 25% ഉയർത്തുക എന്നതാണ് ടാർഗറ്റ്. ഇതിനായി പ്രധാനമായും ഇടതുപക്ഷ വോട്ട് ബാങ്കുകളെ ടാർഗറ്റ് ചെയ്യാനാണ് BJP നേതൃത്വം അണികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതേസമയം ഇത്തവണ ഭരണം പിടിക്കുമെന്ന് ഉറപ്പിക്കുന്ന കോൺഗ്രസിൽ VD സതീശനും ചെന്നിത്തലയ്ക്കും KC വേണുഗോപാലിനും തുല്യ സാധ്യതയാണ് ഉള്ളത്. ഇവരിൽ ആര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയാലും അത് ആ പാർട്ടിയിൽ വലിയ തോതിലുള്ള ചേരിതിരിവിനും ഉൾപോരിനും ഒരു കാരുവാലനും ഒരു പ്രധാന കാര്യമായി കലാശിക്കും. ഈ അടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂട്ടി പ്രഖ്യാപിക്കില്ല എന്ന നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. CPM മുൻകൂട്ടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാറില്ലെങ്കിലും മത്സരിക്കുന്ന PB അംഗം ആരാണോ ആ വ്യക്തിയെ തന്നെയായിരിക്കും ഭരണം ലഭിച്ചാൽ CPM മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുക. തെറ്റിദ്ധരുത്തി മികച്ച ടീമിനെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ഇടതുപക്ഷത്തിന് മുന്നിൽ ഇനിയും സാധ്യതകളുണ്ട് എന്ന് CPMലെ നേതാക്കൾ തന്നെ പറയുന്നുണ്ടെങ്കിലും ജനങ്ങൾ CPMനെ എടുത്തു കളഞ്ഞു എന്ന് വേണം, അതായത് പുറത്തേക്ക് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു എന്ന് വേണം കരുതാൻ.